ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എൻ്റെ പേര് അമൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം തീർച്ചയായും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാം. നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സ്ട്രോങ് ആയി ഫീൽ ചെയ്യാനെല്ലാം ഒക്കെ ഉപകരിക്കുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് വെയിറ്റ് ഇട്ട് എടുക്കുന്നതല്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഫുൾ കംപ്ലീറ്റ്ലി ബോഡി വെയിറ്റ് എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മറക്കണ്ട, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോഗ്രഷൻ, നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പായി പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം തന്നെ ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്ങനെ വാമപ്പ് ചെയ്യണം എന്നുള്ളത് വീഡിയോസ് ആയിട്ട് യൂട്യൂബിലോ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി വാമപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നതാണ് വാമപ്പിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പർ ബോഡി, ലോവർ ബോഡി, അതേപോലെ നമ്മൾ കോള്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് അപ്പർ ബോഡി. അപ്പർ ബോഡിക്ക് വേണ്ടി ഞാൻ 3 വർക്കൗട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പുഷപ്സ്, ബെൻഡ് ഓവർ റോ, അതുപോലെ തന്നെ പ്ലാങ്ക് വിത്ത് ഷോൾഡർ ട്രാപ്സ്. ഓക്കെ, ഈ 3 വർക്കൗട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് പുഷപ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോൾ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളുടെ കൈ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് നോക്കേണ്ടത്. നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആ ഒരു വിഡ്ത്തിൽ നിങ്ങളുടെ കൈ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അലൈൻ ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ 2 കൈയും നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനായി അലൈൻ ചെയ്യുക. ഈ കൈ പ്ലേസ് ചെയ്യുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം. കൈ മുമ്പിൽ ഇതേപോലെ പ്ലേസ് ചെയ്യാൻ പാടില്ല, അതേപോലെ പുറകിലോട്ടും പ്ലേസ് ചെയ്യാൻ പാടില്ല. ചെസ്റ്റിന് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ കൈ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ബോഡി മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മേക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 45 ഡിഗ്രി ആംഗിൾ നിങ്ങളുടെ കക്ഷത്ത്, അതായത് ഈ ഒരു കക്ഷത്തിന് വരുന്ന ഭാഗത്ത് ഒരു 45 ഡിഗ്രി ആംഗിൾ വരുന്ന വിധത്തിൽ നിങ്ങൾ സെൽഫായി ഡൗൺ ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഡൗൺ ചെയ്യുക, അതേപോലെ പുഷ് ചെയ്യുക. ഇനി പുഷ് ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്ത് ഡൗൺ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്ത് പുഷ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പുഷപ്പ്. നമ്മുടെ അപ്പർ ബോഡിയുടെ വർക്കൗട്ടിൽ രണ്ടാമതായിട്ട് വരുന്ന എക്സസൈസ് ആണ് ബെൻഡ് ഓവർ റോയിങ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് 2 ഡംബൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാർബൽ യൂസ് ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വെയിറ്റ് അത് യൂസ് ചെയ്യാം. വെയിറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൽ എത്രയാണ് വെയിറ്റ് എടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ കയ്യിലും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം ഈ എക്സസൈസിന്റെ പേര് മറക്കണ്ട, ബെൻഡ് ഓവർ റോസ് കേട്ടോ. ബെൻഡ് ഓവർ റോസ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ വെയിറ്റ് എടുത്ത് കൈ പിടിച്ച് ഹോൾഡ് ചെയ്യുക. ഇവിടുന്ന് മുമ്പിലോട്ടേക്ക് ബെൻഡ് ചെയ്യുക. ഓക്കെ, മുമ്പിലോട്ടേക്ക് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നടു ഇങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല. ബാക്ക് ഫ്ലാറ്റ് ആക്കി വെച്ചു കൊടുക്കുക. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് പുള്ള് ചെയ്യുക. എങ്ങോട്ടേക്ക്? നമ്മുടെ ചെസ്റ്റിന്റെ ഒരു ഭാഗത്തേക്ക് പുള്ള് ചെയ്യുക. ചെസ്റ്റിലേക്ക് പുള്ള് ചെയ്യുക. ബാക്കിന്റെ പ്ലേറ്റ്സ് രണ്ടും തമ്മിൽ ടച്ച് ചെയ്യുക. വീണ്ടും മെല്ലെ ഇറക്കി കൊടുക്കുക. ഓക്കെ, പുള്ള് ചെയ്യുക, ബാക്ക് സ്ക്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ മെല്ലെ ഇറക്കി കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ പോസ്റ്റർ. ഇതിനും ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, പുള്ള് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എപ്പോഴാണ് പുള്ള് ചെയ്യുന്നത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇനി വിട്ടു കൊടുക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ. ഓക്കെ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഇങ്ങനെയാണ് ഈ ബെൻഡ് ഓവർ റോയിങ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇത് ഓൾറെഡി ചെയ്യുന്നവരുണ്ടാവാം. അവർ കുറച്ചും കൂടി നിങ്ങളുടെ നിങ്ങളുടെ പോസ്റ്റർ പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മുടെ അപ്പർ ബോഡീൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടാണ്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ പ്ലാങ്ക് വിത്ത് ഷോൾഡർ ടാപ്സ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പുഷപ്പിന്റെ പൊസിഷനിൽ നിന്ന പോലെ തന്നെ നിൽക്കുക. ഓക്കെ, നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്തിൽ കൈ ഹോൾഡ് ചെയ്യുക. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ
നിൽക്കുക. ഓക്കെ, ഹൈ പ്ലാങ്കിന്റെ പൊസിഷനിൽ നിൽക്കുക. ഇവിടുന്ന് ഓരോ ആംസായി ഉയർത്താം. അതേപോലെ നിങ്ങളുടെ ഷോൾഡറിന്റെ ഇപ്പൊ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ആണ് ഉയർത്തിയെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ ഷോൾഡറിൽ ടച്ച് ചെയ്യുക, അത് തിരിച്ച് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്താം, അതുപോലെ റൈറ്റ് ഹാൻഡിന്റെ ഷോൾഡറിൽ ടാപ്പ് ചെയ്യുക, തിരിച്ചു വെക്കുക. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ്. സിമ്പിൾ അല്ലേ? പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഇത് കറക്റ്റായി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പർ ബോഡിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വെള്ളം കുടിക്കുക ഗൈസ്. ഓക്കെ, എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക, നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അപ്പർ ബോഡിന്റെ വർക്കൗട്ടിന് കഴിഞ്ഞ് നമ്മൾ ലോവർ ബോഡിന്റെ വർക്കൗട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ ലോവർ ബോഡിന്റെ വർക്കൗട്ടിന് ഞാൻ 3 വർക്കൗട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്ട് ആണ്, ബോഡി വെയിറ്റ് സ്ക്വാട്ട് ആണ്. രണ്ടാമത്തെ വർക്കൗട്ട് ലഞ്ചസ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ വർക്കൗട്ട് നമ്മൾ ബ്രൂട്ടിലുള്ള വർക്കൗട്ടാണ്, ബ്രൂട്ട് ബ്രിഡ്ജസ്. ഓക്കെ, ഈ 3 വർക്കൗട്ടാണ് നിങ്ങൾക്ക് ലോവർ ബോഡിക്ക് വേണ്ടി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്ട് ആണ്. സ്ക്വാട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ വിടുത്ത്, നമ്മൾ പുഷപ്പ് ചെയ്യാൻ കൈ വെച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഷോൾഡറിന്റെ വിടുത്ത് എത്രയാണോ ആ ഒരു വിടുത്തിൽ നിങ്ങളുടെ കാല് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഷോൾഡറിന്റെ വിടുത്തിൽ കാല് പ്ലേസ് ചെയ്യാം. ഈ കാലൊന്ന് ചെറുതായി ഒരു വി ഷേപ്പിൽ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ഇനി സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെയറിലേക്ക് എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ സിറ്റ് ചെയ്യുക. ഓക്കെ, സിറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റ് അപ്പ് ചെയ്തിട്ടുണ്ടാവണം. കൂടുതൽ ആൾക്കാർ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് കാണുന്നതാണ്. ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇതേപോലെ ഇരിക്കും, ഫുള്ള് ബോഡി ബെൻഡ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഇരിക്കും. ഇല്ലെങ്കിൽ ഇവരുടെ മുട്ട് മുമ്പോട്ടേക്ക് പോയി ഈ ഒരു പൊസിഷനിൽ ഇരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായി വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അതും അല്ലെങ്കിൽ ഹീൽ അപ്പ് ചെയ്ത് ഇരിക്കാൻ നോക്കും, ഇത് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ നോക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും തെറ്റാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ എടുത്തിട്ട് കാല് പ്ലേസ് ചെയ്യുക, ഒരു വി ഷേപ്പ് ആക്കി നിങ്ങളുടെ ടോ വെക്കുക. ഓക്കെ, നിങ്ങൾ 2 സൈഡിലോട്ടേക്ക് ഈ ഒരു ഷേപ്പിലേക്ക് പോകുന്ന വിധത്തിൽ നിങ്ങളുടെ ടോ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളുടെ ചെയറിലേക്ക് എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ കൈ രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിൽ ലോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ കൈ സ്ട്രെയിറ്റ് ആക്കി വെക്കാം, വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ പിടിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ പിടിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ കംഫർട്ടബിൾ പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെഡിലേക്ക് ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് പോലെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക, ഇവിടുന്ന് സിറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിലോട്ടേക്ക് സിറ്റ് ചെയ്യുക. നിങ്ങൾ ചെയറിലേക്ക് എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത് ആ ഒരു പൊസിഷനിൽ ഇരിക്കുക, ഫുള്ള് ഇരിക്കുക, അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പ് ചെയ്യുന്ന സമയത്ത് ഹീല് കൊണ്ട് പുഷ് ചെയ്ത് അപ്പ് ചെയ്യുന്ന ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് സിറ്റ് ചെയ്യുക, ഫുൾ സിറ്റ് ചെയ്യുക, ഇരിക്കുക, എണീക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്ത് വെക്കുക ഫസ്റ്റ്. ഓക്കെ, ബ്രീത്ത് ഇൻ, ഇനി ഇരിക്കുക. ഓക്കെ, എണീക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓക്കെ, ബ്രീത്ത് ഇൻ, ഇരിക്കുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് എണീക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് സ്ക്വാട്ട്. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത രണ്ടാമത്തെ എക്സസൈസ്. ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മൾ കാർഡിയോ വർക്കൗട്ടല്ല ചെയ്യുന്നത്, സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. കാർഡിയോ ചെയ്യുന്ന സമയത്താണ് വയറ് കൊത്തി പിടിക്കുന്നത്, അതുപോലത്തെ ബുദ്ധിമുട്ടെല്ലാം വരുന്നത്. ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മസിൽ ക്രാമ്പും കാര്യങ്ങളും ഒന്നും വരില്ല വർക്കൗട്ടിനിടയിൽ. ഓക്കെ, ഈ അടുത്ത രണ്ടാമത്തെ എക്സസൈസ് ആയ ലഞ്ചസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണാം ഗൈസ്. അപ്പൊ ലഞ്ചസിന്റെ പൊസിഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ കറക്റ്റായി ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസിൽ മെമ്മറിയിൽ വരുന്നവരെ നിങ്ങൾക്ക് ഈ ലഞ്ചസിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മുട്ടുകുത്തി ഇരിക്കുക, ഈ ഒരു പൊസിഷനിൽ മുട്ടുകുത്തി ഇരിക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് 90 ഡിഗ്രി ഒരു ആവുന്ന വിധത്തിൽ, അതായത് ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവുന്ന വിധത്തിൽ
വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് 90 ഡിഗ്രി ആവുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ 90 ഡിഗ്രി, ബാക്കിൽ 90 ഡിഗ്രി. ഇതാണ് നിങ്ങളുടെ ലെഗസിന്റെ പൊസിഷൻ. ഓക്കെ, ഇവിടുന്ന് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പൊസിഷന് ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ലെഗ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുൾ സിറ്റ് ചെയ്യുക, എണീക്കുക. ഓക്കെ, സിറ്റ് ചെയ്യുക, എണീക്കുക, സിറ്റ് ചെയ്യുക, എണീക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ട് ലെഗും മാറി മാറി ചെയ്യാം. ഓക്കെ, ഇനി ഈ ലെഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, എണീക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് ചെയ്യുമ്പോൾ കോമൺ ആയി വരുന്ന മിസ്റ്റേക്സും കൂടി പറഞ്ഞുതരാം. ചെയ്യുന്ന സമയത്ത് ആൾക്കാർ മുമ്പിലോട്ടേക്ക് ഈ മുട്ട് മുമ്പിലോട്ടേക്ക് കൊടുത്ത് ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ലെഗ്സ് അല്ല. ഓക്കെ, ലെഗ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം. ഈ ടോയിന്റെ മുമ്പിലോട്ട് മുട്ട് പോകാൻ പാടില്ല. ഓക്കെ, മാക്സിമം മുട്ട് പോകാൻ പറ്റുന്ന റേഞ്ച് വെച്ചാൽ നിങ്ങളുടെ കാലിന്റെ വിരലിന്റെ അറ്റം വരെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പൊസിഷനിൽ ഇരിക്കാം. അതേപോലെ തന്നെ ഒരു 15 റെപ്പ് ഈ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 15 റെപ്പ് അടുത്ത സൈഡ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്യാം. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് നോക്കാം, ബാക്കിൽ 90 ഡിഗ്രി ആണെന്ന് നോക്കാം. ഉറപ്പിച്ചാൽ എണീക്കുക. ഓക്കെ, ഇരിക്കുക, എണീക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാലൻസ് പോകാനുള്ള ചാൻസും ഇതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, ഈ ബാലൻസ് പോകാനൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഷോൾഡർ എടുത്തിട്ട് കാല് വെക്കുക. ഓക്കെ, ഇവിടുന്ന് മുമ്പിലോട്ട് കാല് വെക്കുക, ഈ പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുമ്പത്തെ കാല് 90 ഡിഗ്രി, ബാക്കത്തെ കാല് 90 ഡിഗ്രി. ഈ ഒരു പൊസിഷൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് പോകില്ല. ഓക്കെ, അതല്ല നിങ്ങൾ നേരെ കാല് അടുപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ മൂന്നാമത്തെ എക്സസൈസ് ആണ് ഈ ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങൾ ബാക്ക് വെച്ച് കിടക്കുക, നിങ്ങളുടെ മുട്ട് മടക്കി വെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ കിടക്കുക, നിങ്ങളുടെ കൈ ഞങ്ങൾക്ക് നിലത്ത് ഹോൾഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഈ ഹിപ്പ് റേഞ്ച് സീലിങ്ങിന് നേരെ റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. റേസ് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ഹൈറ്റിലോട്ട് റേസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റേസ് ചെയ്യുക. മെല്ലെ ഇറക്കുക, നിലത്ത് ടച്ച് ചെയ്തില്ല എന്നുള്ള പൊസിഷനിലേക്ക് വരെ ഹിപ്പിനെ ഇറക്കുക. ഇവിടുന്ന് വീണ്ടും റേസ് ചെയ്യുക, മെല്ലെ ഇറക്കുക. ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഓക്കെ, നമ്മുടെ ലോവർ ബോഡിയുടെ വർക്കൗട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വല്പം വെള്ളമാവാം. ഓക്കെ, ഓക്കെ, ഇനിയാണ് നമ്മുടെ വർക്കൗട്ടിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ ഇനി സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർ ഏരിയ ആണ്. ഓക്കെ, ഈ കോർ ഏരിയ സ്ട്രെങ്തൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് 3 വർക്കൗട്ടാണ് തരാൻ പോകുന്നത്. പ്ലാങ്ക്, അതുപോലെ തന്നെ ബൈസിക്കിൾ ക്രഞ്ചസ്, ലെഗ് റൈസസ്. ഈ 3 വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. അപ്പോൾ പ്ലാങ്ക് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ പുഷപ്പിന്റെ പൊസിഷനിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ പുഷപ്പിന്റെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് കൈവച്ചത്? ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ കൈവച്ചിരുന്നത്. നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്തിൽ ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഷോൾഡറിന്റെ വിഡ്ത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ കൈവെക്കുക. ഇവിടുന്ന് കൈ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുഷപ്പിന്റെ പൊസിഷനിൽ പറഞ്ഞ പോലെ തന്നെ കൈ മുമ്പോട്ട് പോകാനോ കൈ അധികം പുറകോട്ട് പോകാനോ പാടില്ല. നിങ്ങളുടെ ഷോൾഡറിന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വെക്കുക, ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പുഷപ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബോഡി മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഹോൾഡ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നതിനാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റും അത്ര സമയം ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുക. മിനിമം 1 മിനിറ്റ് എങ്കിലും ഹോൾഡ് ചെയ്യണം. ഓക്കെ, അത്ര പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് ആണ് പറ്റുന്നത്, 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, കുഴപ്പമില്ല. മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുക, നമ്മുടെ വയറ് ടൈറ്റ് ആയിക്കൊണ്ട് നിൽക്കുക. ഓക്കെ, മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് വയറ് ടൈറ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ടൈറ്റ് ആക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഇനി രണ്ടാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ബൈസിക്കിൾ ക്രഞ്ചസ്. ബൈസിക്കിൾ ക്രഞ്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങൾ ഫസ്റ്റ് കിടക്കുക. ഇനി തലേൻ്റെ ബാക്കിൽ കൈ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഓരോ ലെഗായിട്ട് ഫസ്റ്റ് സൈക്കിൾ ചെയ്യുന്ന പോലെ ഓരോ ലെഗായിട്ട്
ഇത് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആംസും കൂടി ക്രോസ് ആയിട്ട് ടച്ച് ചെയ്യുക. ഇനി നിങ്ങൾ ലെഫ്റ്റ് ലെഗാണ് ഫസ്റ്റ് കാല് മുകളിലോട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എൽബോ യൂസ് ചെയ്ത് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടി പൊന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നേരത്തെ ഈ ലെഫ്റ്റ് ലെഗ് താഴോട്ട് പോകുമ്പോൾ റൈറ്റ് ഹാൻഡും താഴോട്ട് വരും. റൈറ്റ് ലെഗ് മുകളിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ക്രോസ് ആയിട്ട് ടച്ച് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് എൽബോ ആണ്. ഓക്കെ, ഇത് നേരെ തിരിച്ച് നല്ല സ്പീഡായി ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ എക്സസൈസ്. ഇനി അടുത്ത മൂന്നാമത്തെ എക്സസൈസാണ് കാണിച്ചു തരാൻ പോകുന്നത്. മൂന്നാമത്തെ എക്സസൈസും സിമിലർ ആണ്. ഫസ്റ്റ് നിങ്ങൾ ഫുള്ള് കെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഗ്ലൂട്ടിൽ കൈ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. മൂന്നാമത്തെ എക്സസൈസ് ലെഗ് റൈസ് ആണ്. ഇനി കാല് രണ്ടും നിലത്ത് ടച്ച് ചെയ്യാതെ ചെറുതായിട്ട് അപ്പ് ചെയ്ത് പിടിക്കുക. ഇവിടുന്ന് റേസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പൊസിഷൻ വരെ റേസ് ചെയ്യുക. മെല്ലെ ഇറക്കി കൊടുക്കുക. നിലത്ത് ടച്ച് ചെയ്തില്ല എന്നുള്ള രീതി വരെ ഇറക്കി കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. കാലിൻ്റെ മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. ഇവിടുന്ന് റേസ് ചെയ്യുക. ഓക്കെ, കാലിൻ്റെ മുട്ട് ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയൊരു ബെൻഡിൽ തന്നെ കാലിൻ്റെ മുട്ട് ചെറിയൊരു ബെൻഡ് വെച്ചുകൊണ്ട് തന്നെ റേസ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഓക്കെ, നേരത്തെ ടച്ച് ചെയ്യാൻ പാടില്ല. ലെഗ് ടച്ച് ചെയ്തില്ല എന്നുള്ള പൊസിഷനിലേക്ക് വരണം. ഓക്കെ, റേസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. കാൽ താഴുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത്. ഇങ്ങനെയാണ് നിങ്ങളുടെ 3 കോർ എക്സസൈസ് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ എല്ലാ എക്സസൈസും 20 റെപ്പിറ്റേഷൻ വെച്ച് 3 സെറ്റ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30ാമത്തെ ദിവസം മുതൽ റിസൾട്ട് കാണിച്ചു തുടങ്ങും. ഓക്കെ, അതായത് ഈ 30 ദിവസം റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല, ആ റിസൾട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഈ നോട്ടീസബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ തുടങ്ങുന്നത് 30ാമത്തെ ദിവസം മുതലായിരിക്കും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് കൂൾ ഡൗൺ. ഓക്കെ, നിങ്ങൾ നിർബന്ധമായും ഈ വർക്കൗട്ടിന് ശേഷം കൂൾ ഡൗൺ ചെയ്തിരിക്കണം. കൂൾ ഡൗണിന് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനും വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് എല്ലാം ഇൻക്രീസ് ആവും. ഇപ്പോൾ ഇൻക്രീസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യാത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.